LP, UP എക്സാമിൻ്റെ സിലബസിലുള്ളതാണ് പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ. അപ്പോൾ കേരളസിംഹം എന്നറിയപ്പെടുന്നതാണ് പഴശ്ശിരാജാവ്. അദ്ദേഹം ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും അറിയപ്പെടുന്നത്. സർദാർ KM മണിക്കർ പഴശ്ശിരാജനെ കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്കാണ് കേരളസിംഹം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം ബ്രിട്ടീഷുകാരെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വജ്രമോതിരം വിഴുങ്ങിയിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. പഴശ്ശിയുടെ സ്മാരകം ഉള്ളത് മാനന്തവാടിയിലാണ്. അതുപോലെ അദ്ദേഹം മരിച്ചത് 1805 നവംബർ 30-നാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയും രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയുമാണ്. പഴശ്ശി കലാപങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയ്ക്ക് കോട്ടയം ഭാഗത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നു. എന്നാൽ അവരെ വിജയിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാരനെ പഴശ്ശിരാജ സഹായിച്ചിട്ടുണ്ട് മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ ആ യുദ്ധം കഴിഞ്ഞ ശേഷം പഴശ്ശിരാജയ്ക്ക് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റിയില്ല. അതാണ് പഴശ്ശിരാജയ്ക്ക് വയനാടിന് മേലുള്ള അധികാരം കൊടുക്കുകയും ചെയ്തില്ല. ഇത് കാരണമാണ് അദ്ദേഹം ചെമ്പൻ പോക്കർ, വൈദേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ എന്നിവരെയൊക്കെ കൂട്ടിയിട്ട്, അതുകൂടാതെ വയനാട്ടിലെ കുറിച്ച് നേതാവായ തലക്കൽ ചന്ദ്രൻ എന്നിവരുടെ സഹായത്തോടെ പഴശ്ശി ശക്തമായ ഒളിപ്പോര് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് പഴശ്ശിരാജയെ കുറിച്ച് പറയുന്നത്. പഴശ്ശി കലാപങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി പൊക്കോളൂ. ആ കേരളം ആധുനികതയിലേക്ക് എന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്ന് നന്നായി നോക്കിയിട്ട് പോവുക. അതുകൂടാതെ തന്നെ ഉള്ള ചാപ്റ്ററാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്നുള്ള ഭാഗം. അതിലെ കുണ്ടറ വിളമ്പഴം വേലുത്തമ്പി അവിടെയാണ് 1809 കുണ്ടറ വിളമ്പരം. അതുപോലെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ പ്രതിമയും സ്മാരകവും സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായിട്ട് ഇടപെട്ടതാണ് ഇവർക്കൊക്കെ വേലുത്തമ്പി ദളവയ്ക്കും പാലിയത്തച്ഛനും ഒക്കെ പ്രശ്നങ്ങളിൽ വരാൻ കാരണം തന്നെ. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേലുത്തമ്പി ദളവയാണ്. മണ്ണടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെ കെട്ടിത്തൂക്കി കണ്ണമ്മൂലയിൽ കെട്ടിത്തൂക്കും ചെയ്തിട്ടുണ്ട്. ഈ കണ്ണമ്മൂല പറഞ്ഞ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ്. പാലിയത്തച്ഛന് കൊച്ചിയിലായിരുന്നു. അപ്പോൾ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തതായിരുന്നു പാലിയത്തച്ഛൻ. അദ്ദേഹത്തിനെ മദ്രാസിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഭാഗം ഒന്ന് നന്നായിട്ട് നോക്കി പോയിക്കോളൂ. ഇതിന് പോയിൻ്റായിട്ട് നമുക്ക് ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് തീർച്ചയായിട്ടും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം.